ഒരു 1.5 വർഷത്തിന് മുമ്പാണ് ഞാൻ സാംസങ് ഗാലക്സി S22 പ്ലസ് വാങ്ങിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓക്കെ, ഇതിലൊരു പിങ്ക് ലൈൻ കാണാൻ കഴിയും. വാറൻറ്റി കഴിഞ്ഞ്, അതായത് 1 വർഷം കഴിഞ്ഞ് വന്നൊരു അപ്ഡേറ്റിലാണ് ഇങ്ങനെയൊരു സംഗതി ഉണ്ടാകുന്നത്. എനിക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. സാധാരണ എല്ലാവർക്കും പച്ച ലൈനാണ് വരുന്നതെങ്കിൽ എനിക്ക് പിങ്ക് ലൈൻ വരുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വെച്ച് ഫോൺ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, ഇതിൻ്റെ പേരിൽ സംസാരിച്ച് തുടങ്ങുകയും ചെയ്യും. മൊബൈൽ ഫോണുകളിൽ ഏകദേശം കുറേയേറെ ബ്രാൻഡുകളിൽ ഇത്തരത്തിൽ ലൈൻസ് വരുന്നതായിട്ട് പരാതി കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ ഒരു വര എന്ന് പറയുന്നത് വൈ ആക്സിസിൽ മാത്രമാണ്. എന്താണ് വൈ ആക്സിസ്, എക്സ് ആക്സിസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ പലപ്പോഴും ഒരു ദ്വിമാന അല്ലെങ്കിൽ 2D സർഫസിനകത്തുള്ള ഒരു പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും കൊണ്ടായിരിക്കും. അത് 3D ആണെങ്കിൽ നമുക്ക് ഇസഡ് ആക്സിസ് കൂടി പരിഗണിക്കാം. ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പൊതുവേ പറയാറുള്ളൊരു കാര്യമാണ്. ഇതിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. കാരണം ഈ ഒരു ഭാഗത്തെ 0 ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ താഴെക്കൂടെയുള്ള ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ ഒരു ആക്സിസിൽ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 1.5 ആണെങ്കിൽ അങ്ങനെ, 1 ആണെങ്കിൽ അങ്ങനെ, ആ ഒരു ഫിക്സഡ് നമ്പറിൽ നിൽക്കുകയും മുകളിലേക്ക് വൈ ആക്സിസിൽ അത് 0 മുതൽ ഇങ്ങനെ മുകളിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ 0 മുതൽ ഇൻഫിനിറ്റി അല്ല. കാരണം ഈ ഡിസ്പ്ലേക്ക് ഒരു ഹൈറ്റ് ഉണ്ട്, ആ ഹൈറ്റ് കഴിഞ്ഞ് പോകില്ല. നേർരേഖ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, 2 നേർരേഖകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നുള്ള പരീക്ഷണം ചെയ്യണമെങ്കിൽ അത് അനന്തമായിട്ട് നീണ്ടുപോകണം. യഥാർത്ഥത്തിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവിന് അനന്തമായി നീണ്ടുപോകാൻ പറ്റുമോ? ഒരു നമ്പർ നമുക്ക് ഇൻഫിനിറ്റി വരെ കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇൻഫിനിറ്റി വരെ എന്നൊന്നില്ല. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എൻഡ്ലെസ് ആണ്, ബൗണ്ട്ലെസ് ആണ്. ഒരു നേർരേഖയെ നമുക്ക് എത്രത്തോളം നീളം വരെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും? 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ജോയിനിങ് ആണെങ്കിലും നമ്മളൊരു ലേസർ എടുത്തിട്ട് ലൈറ്റ് ബീം അടിക്കുന്നു എന്ന് വിചാരിക്കുക. ലൈറ്റ് ബീം പൊതുവേ നേർരേഖയിലാണ് സഞ്ചരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ലൈറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിശക്തമായിട്ടുള്ളൊരു ലേസർ ബീം നമ്മൾ ഭൂമിക്ക് നിന്ന് പുറത്തേക്ക് ആകാശത്തേക്ക് അടിക്കുകയാണെങ്കിൽ അത് അന്തരീക്ഷവും കടന്നു പോകുന്നതായിട്ട് കാണാം. പക്ഷേ പ്രപഞ്ചത്തിൽ നേർരേഖ എന്ന് പറയുന്ന ഒന്നുണ്ടോ? അനന്തതയിലേക്ക് പോകുമ്പോൾ നേർരേഖ എപ്പോഴും നേർരേഖ തന്നെയാണോ? അല്ലെങ്കിൽ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണോ? ഇവിടെയാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി പ്രകാരമുള്ള പല എക്സ്പ്ലനേഷനുകളും കടന്നു വരുന്നത്. ഗുരുത്വാകർഷണ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്ന. മാസുള്ള വസ്തുക്കൾക്ക് ചുറ്റും സ്പേസ് എന്ന് പറയുന്നത് കർവ് ചെയ്തിരിക്കുന്നതായിട്ടും ഈ കർവേച്ചറിൻ്റെ ഫലമായിട്ടാണ് പല വസ്തുക്കൾക്കും പരസ്പരം ആകർഷിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നതാണ് സ്പേസ് ടൈം കർവേച്ചർ. ഇത് ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായി വിശദീകരിക്കാൻ ഐൻസ്റ്റീൻ ഉപയോഗിച്ചൊരു മാർഗ്ഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രകാശരശ്മി, ഒരു ലേസർ ബീം നമ്മളുടെ നേർരേഖയിൽ സഞ്ചരിക്കും എന്നുള്ള അടിസ്ഥാന പ്രമാണം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് അടിക്കാൻ ശ്രമിച്ചാൽ അത് ഭൂമിക്ക് ചുറ്റുപാടുമുള്ള ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സ്വാധീനത്തിലും ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സ്വാധീനത്തിലും സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സ്വാധീനത്തിലുമൊക്കെ തന്നെ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നേർരേഖ തന്നെ കീപ്പ് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്പേസ് ടൈം വക്രത അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ട് സ്പേസിലുണ്ടാകുന്ന വ്യതിയാനം നേർരേഖയുടെ ഡെഫിനിഷൻ മാറ്റിയില്ലേ? 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നേർരേഖയല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഭൂമിയുടെ സർഫസ് അത്ര സ്മൂത്ത് അല്ലാത്തതുകൊണ്ട് കയറിയും ഇറങ്ങിയൊക്കെ ഇരിക്കും. പക്ഷേ ഒരു ഗോളരൂപത്തിൻ്റെ സർഫസിലൂടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ശ്രമിച്ചാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. കാരണം നമ്മൾ ഗ്ലോബിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാം, രേഖാംശരേഖ ലൈൻസ് ധ്രുവപ്രദേശങ്ങളിലെത്തുമ്പോൾ പരസ്പരം പെർപെൻഡിക്കുലറായിട്ടല്ല, അല്ലെങ്കിൽ 2 നേർരേഖകൾ ഒരേ അകലം കീപ്പ് ചെയ്തല്ല പോകുന്നത്. ധ്രുവപ്രദേശങ്ങളോട് അടുത്ത് ചെല്ലുമ്പോൾ അത് ജോയിൻ ചെയ്യുകയും പിന്നെ അത് നേർരേഖ പോലെ പോവുകയും പിന്നീട് വീണ്ടും ജോയിൻ ചെയ്യുന്നതായിട്ട് കാണാം. അതായത് അവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ജിയോഡെസിക് ആണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സിലൂടെ നേർരേഖയിൽ പോകാൻ കഴിയുമോ എന്ന് അറിയുന്നതിന് വേണ്ടി പവർഫുള്ളായിട്ടുള്ളൊരു ലേസർ നമ്മൾ ഇങ്ങനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് അടിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ ഇൻഫിനിറ്റി എവിടെ അവസാനിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം എത്തുന്നത് ഒരുപക്ഷെ പ്രപഞ്ചത്തിൻ്റെ അതിർത്തിയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭൂമിയുടെ സർഫസിലൂടെ ഇത്തരത്തിൽ നേർരേഖയിലല്ലെങ്കിലും കടലിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു മഗല്ലൻ. ഭൂമി മുഴുവൻ ചുറ്റി വന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ മെഗല്ലനും ടീമും എത്തിച്ചേർന്നു എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും മെഗല്ലൻ ആ യാത്ര പൂർത്തിയാക്കിയിരുന്നില്ല. അദ്ദേഹം വഴിയിൽ വെച്ച് മരണപ്പെട്ടു. പക്ഷേ മെഗല്ലൻ്റെ യാത്ര തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇതിന് റെഫറൻസ് ആയിട്ട് എടുക്കാറുള്ളത്. എന്തുകൊണ്ടാണ്? മെഗല്ലൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു സമുദ്രത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് സമുദ്രത്തിലൂടെ നേർരേഖയിൽ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ഭൂമി ഉരുണ്ടതുകൊണ്ട് കൃത്യമായി തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. അതായത് ഈ ഒരു നേർരേഖ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച സാധനം നേർരേഖ ആയിരുന്നില്ല, അതൊരു ജിയോഡെസിക് ആയിരുന്നു. ഇനി പ്രപഞ്ചത്തിലും ഇത്തരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന പ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയാലോ? ഏറ്റവും വേഗതയുണ്ട് എന്ന് പറയുമ്പോഴും പ്രകാശം 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 3 ലക്ഷം കിലോമീറ്ററാണ്.
ഈ ദൂരത്തിൽ തൊട്ടടുത്തുള്ള സൗരയൂഥത്തിലേക്ക് തന്നെ എത്തിച്ചേരണമെങ്കിൽ, അതായത് പ്രോക്സിമോ സെൻറ്റോറിയിലോ ആൽഫ സെൻറ്റോറിയിലോ എത്തിച്ചേരണമെങ്കിൽ തന്നെ 4-4.5 വർഷത്തിലധികം സമയം പ്രകാശത്തിനെടുക്കും. സോ സാധാരണ പ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എങ്കിലും നേർരേഖ തന്നെയാണോ എന്നറിയാൻ വേണ്ടി നമുക്കൊന്ന് അടിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിക്കും. പക്ഷേ നിലവിൽ അല്ലെങ്കിൽ കോടാനുകോടി പ്രകാശവർഷ ദൂരം സഞ്ചരിച്ചതിന് ശേഷം പ്രകാശം തുടങ്ങിയിടത്ത് തന്നെ എത്തിച്ചേരുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണ നമുക്കിതുവരെയും ഇല്ല. അങ്ങനെയാണെങ്കിലും പ്രപഞ്ചത്തിലൂടെ നേർരേഖയിൽ സഞ്ചരിക്കാൻ കഴിയാത്തതിന് പലതരത്തിലുള്ള റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ, ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ബ്ലാക്ക് ഹോളുകളുടെ സാന്നിധ്യം. ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ സ്പേസ് ടൈമിലുണ്ടാവുന്ന കർവേച്ചറിൽ പ്രകാശത്തിൻ്റെ നേർരേഖാ സ്വഭാവം നഷ്ടപ്പെടുമെങ്കിൽ ബ്ലാക്ക് ഹോളിനടുത്തേക്ക് പോയാൽ നമുക്ക് നേർരേഖാ പരീക്ഷണം ചെയ്യാൻ പ്രകാശത്തെ പോലും കിട്ടില്ല. പ്രകാശം ബ്ലാക്ക് ഹോളിൻ്റെ ഈവൻ ഹൊറൈസൺ എന്ന് പറയുന്ന അതിർത്തി പ്രദേശം കടന്നങ്ങോട്ട് പോകുമ്പോൾ തന്നെ പ്രകാശത്തിന് പുറത്തു വരാൻ കഴിയാത്ത വിധം ഗുരുത്വാകർഷണം അതിനെ വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അരികിലൂടെ പോയാൽ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയിലൂടെ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ച് കറക്കിവിടാൻ പറ്റുന്ന രീതിയിലുള്ള ഗുരുത്വാകർഷണ സ്വാധീനം പ്രപഞ്ചത്തിലെ പല വസ്തുക്കൾക്കുമുണ്ട്. അപ്പോൾ നേർരേഖയിലൂടെ ഏറ്റവും കുറഞ്ഞ ദൂരം സഞ്ചരിക്കുക എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ, നേർരേഖ പോട്ടെ, ഏറ്റവും പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു ഷോർട്ട് കട്ടാണ് വേം ഹോളുകൾ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോളുകൾ എല്ലാത്തിനെയും വലിച്ചെടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അത് സിംഗുലാരിറ്റിയിലേക്ക് പോയിട്ട് എന്ത് നടക്കുന്നു, പ്രോപ്പർട്ടി എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒന്നിനും രക്ഷയില്ല എന്ന് നമ്മൾ നമ്മുടെ ഔട്ടർ വേൾഡിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോഴും, ഒരു ബ്ലാക്ക് ഹോൾ രൂപം കൊള്ളണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എല്ലാത്തിനെയും വലിച്ചെടുക്കുന്ന ഒരു സിംഗുലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ഈ സിംഗുലാരിറ്റി മറ്റേതെങ്കിലും യൂണിവേഴ്സിലേക്ക് തുറക്കുന്നോ എന്നുള്ളതും, സിംഗുലാരിറ്റിയിലെല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ ലെവലിലേക്ക് സ്പ്ലിറ്റപ്പായി പോകുന്നുണ്ടോ എന്നുമെല്ലാം ഗവേഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹോക്കിങ്സ് പറഞ്ഞത് ഹോക്കിംഗ് റേഡിയേഷനായിട്ട് എല്ലാത്തിനെയും സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വേം ഹോളുകൾ എന്ന് പറയുന്ന തിയററ്റിക്കൽ കോൺസെപ്റ്റ്, അതായത് നമ്മളതിനെ പൂർണ്ണമായും പഠിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയിട്ടില്ല. ബ്ലാക്ക് ഹോൾ പോലെ സോൾഡ് ആയിട്ടുള്ള ഒരു തിയറി അല്ല. പക്ഷേ എന്നാലും വേം ഹോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മൾ 2 പേപ്പറുകൾ മടക്കിയതിന് ശേഷം അതിനിടയിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു പേപ്പറിലെ 2 പോയിൻറ്റിന് നമുക്ക് നല്ല ദൂരം സഞ്ചരിക്കണമെങ്കിൽ വേം ഹോൾ എന്ന് പറയുന്നത് 2 പേപ്പറുകളെ, അല്ലെങ്കിൽ ഈ 2 പോയിൻറ്റുകൾ വരുന്ന ഈ ഒരു പേപ്പറിനെ മടക്കി വെച്ചതിന് ശേഷം ഒരു ഹോൾ ഇടുമ്പോൾ വരുന്നത് പോലെയുള്ള ഷോർട്ട് കട്ടാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതും നേർരേഖയുടെ ഒരു ഡെഫിനിഷൻ ആകുന്നില്ല. സ്പേസിലുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള പ്രത്യേകതയായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. സ്റ്റിൽ നേർരേഖ എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വീണ്ടും സംതിങ് ഫീൽ ലൈക്ക് പ്രോബ്ലമാറ്റിക്, റൈറ്റ്? ഓക്കെ, കൂടുതൽ കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം. പ്രകൃതിയുള്ള മിക്ക കാര്യങ്ങളും നേർരേഖയിലേക്ക് പോകാൻ കൃത്യമായ റൂളുകൾ പാലിക്കണം എന്നുള്ളത് കൊണ്ട് റൂളുകളില്ലാത്ത രീതിയിലേക്ക് പോകുന്നതായി നമുക്ക് തോന്നാം. ഉദാഹരണത്തിന് മരങ്ങൾ, ഇലകൾ, പൂക്കൾ, നദികൾ ഒഴുകുന്നത്, അങ്ങനെ പല കാര്യങ്ങൾക്കും യാതൊരു വിധത്തിലും ഓർഡർ ഇല്ല എന്ന് നമുക്ക് തോന്നും. ശബ്ദ തരംഗങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യം എൻ്റെ അപ്പുറത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കേൾക്കുകയാണെങ്കിൽ അത് നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്, അത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മർദ്ദ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഞ്ചരിക്കുക. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് യാതൊരു നിയമത്തിൻ്റെയും അടിസ്ഥാനമില്ലാതെയാണോ? അങ്ങനെയല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാക്ടൽസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള പാറ്റേണുകൾ നമ്മുടെ പ്രകൃതിയിൽ കാണാൻ കഴിയും. അത് ഗാലക്സികളുടെ സ്പൈറൽ ഷേപ്പ് ആയാലും, ഹ്യൂറിക്കെയിനുകളായാലും, അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളായാലും, സൂര്യകാന്തി പൂവിൻ്റെ അകത്ത് വിത്തുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതായാലും തുടങ്ങി ഒച്ചിൻ്റെയും ശംഖിൻ്റെയും ഒക്കെ തന്നെ ഷേപ്പുകളിലെല്ലാം കാണുന്ന വളരെ സവിശേഷമായ സ്വാഭാവികമായിട്ടുള്ള രൂപങ്ങളെയാണ് നമ്മൾ പൊതുവെ ഫ്രാക്ടൽസ് എന്ന് വിളിക്കുന്നത്. ഫിബൊനാച്ചി സീരീസ് അടിസ്ഥാനമാക്കി നമുക്ക് ഇത്തരം ഫ്രാക്ടൽസുകളെ ഡീകോഡ് ചെയ്യാനും ഇതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസിനെ വെളിവാക്കിയെടുക്കാനും പ്രകൃതിയിൽ ഇത്തരം നിയമങ്ങൾ എങ്ങനെ താനേ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാനും സാധിക്കും. സ്റ്റിൽ അവിടെയും നേർരേഖയ്ക്ക് കാര്യമായ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. നമ്മൾ ചിന്തിക്കുന്നത് രേഖീയമായിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ നമുക്കൊരു നേർരേഖ പോലെ ചിന്തിക്കാനോ കാര്യങ്ങളെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒരു ഫ്ലാഷ് പോലെ എടുത്തതിന് ശേഷം കണക്ട് ചെയ്തെടുക്കാനോ സാധിക്കില്ല. ഈവൻ സിനിമകൾ പോലും രേഖീയമായിട്ടല്ല എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഒറ്റ ടേക്കിനാണ് എടുക്കുന്നത്, പക്ഷേ ചില വീഡിയോകൾ എടുക്കുന്നത് പോലും രേഖീയമായിട്ടല്ല. നമ്മുടെ തോട്ട് പ്രോസസ്സും ന്യൂറോണുകളിലൂടെ ഇലക്ട്രോണുകൾ ഫയർ ചെയ്യുന്നതും ഉൾപ്പെടെ പല കാര്യങ്ങളും റാൻഡമായിട്ടാണ് പോകുന്നത് എന്ന് കാണാം. പക്ഷേ ടൈമിൽ ഇവ ഇങ്ങനെ അടുക്കി വെച്ച് രേഖീയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ചില ആളുകൾ അതിൽ വിജയിക്കുന്നതായി കാണാം. ടൈം, സമയമെന്ന് പറയുന്നത് ഒരു രേഖയിലൂടെ പോകുന്ന പോലെ ഒന്നിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷേ സമയവും അത്ര കൃത്യമായിട്ടുള്ളൊരു നേർരേഖ പോലെ ഒരേ റേറ്റിൽ പോകുന്നതല്ല. സമയം പിന്നോട്ട് പോകാനുള്ള സാധ്യതയും സമയത്തിൻ്റെ വേഗത കുറയാനുള്ള സാധ്യതയും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പല സിദ്ധാന്തങ്ങളും കാണാം. ഉദാഹരണത്തിന് ടൈം ഡയലേഷൻ. ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന തിൻ പാരഡോക്സ് പോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളും ഗുരുത്വാകർഷണ ബലത്തിനോടടുത്ത് സഞ്ചരിക്കുന്ന വസ്തുക്കളും ഒക്കെ തന്നെ അതിൻ്റെ സമയത്തിൽ വേഗത കുറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഒരേ പ്രായമുള്ള 2 പേരിൽ ഒരാൾ വളരെ വേഗത്തിൽ ഒരു സ്പേസ് ഷട്ടിലിൽ കയറി പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ യാത്ര ചെയ്യാൻ പോയിട്ട് വന്നാൽ
വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് പ്രായം കുറയുന്നതായിട്ടും ഭൂമിയിൽ സാധാരണ ജീവിക്കുന്ന ആൾക്ക് കമ്പാരിറ്റീവ്ലി പ്രായം കൂടിയതായിട്ടും പിന്നീട് ഇവർ കൂട്ടിമുട്ടുമ്പോൾ അനുഭവപ്പെടുന്നതായി പറഞ്ഞു കേൾക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്ന ആധുനിക യുഗത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ പല ടെക്നിക്കൽ മേഖലകളിലും ഒക്കെ തന്നെ രേഖീയമായിട്ടുള്ള പ്രോസസ്സിങ്ങിന് വളരെ വലിയ പ്രാധാന്യം കാണുന്നുണ്ട്. അങ്ങനെ രേഖീയമായിട്ടുള്ള പ്രോസസ്സുകൾ എപ്പോഴും സ്ലോ ആയിരിക്കും. കാരണം ഒരു കാര്യം ചെയ്ത് തീർത്ത് അതിൻ്റെ റിസൾട്ട് എടുത്തിട്ട് മാത്രമേ അടുത്ത കാര്യത്തിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ വരുമ്പോൾ ബ്രാഞ്ചിങ്ങിൻ്റെ ആവശ്യം വരും. അങ്ങനെ ബ്രാഞ്ചിങ്ങിലൂടെ പലതരത്തിലുള്ള റിസൾട്ടുകൾ ഒരേ സമയം കണ്ടുപിടിക്കാൻ സൂപ്പർ കമ്പ്യൂട്ടറുകളേക്കാൾ മികച്ച ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ കണ്ടെത്തേണ്ട ഒരാവശ്യകത വരും. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും ചെറിയ തത്വങ്ങളെ പോലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന സിദ്ധാന്തവും അല്ലെങ്കിൽ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ സഹായത്തോടു കൂടി നമ്മൾ പലപ്പോഴും അതിനകത്ത് വരുന്ന ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പോലെയുള്ള ക്വാണ്ടം സൂപ്പർ പൊസിഷൻ പോലെയുള്ള പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. അവിടെയും വരുന്നുണ്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. കാര്യങ്ങളെ നേർരേഖീയമായിട്ട് കൊണ്ടുപോകാൻ ക്വാണ്ടം തലത്തിലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഒരു വസ്തുവിൻ്റെ പൊസിഷനും മൊമെൻറ്റവും നമുക്ക് ഒരേ സമയം കണ്ടെത്താൻ കഴിയില്ല. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രധാനപ്പെട്ട വേവ് തിയറിയും പാർട്ടിക്കിൾ തിയറിയും പരീക്ഷിക്കുന്ന സിദ്ധാന്തം നോക്കിയാൽ പോലും ഇവിടെ കണികകൾ എവിടെയാണ് കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് എന്നറിയാൻ കഴിയാതെ റാൻഡമായി മാറുന്നുണ്ട്. റാൻഡമായി പോകുന്നൊരു കാര്യത്തിന് ഒരിക്കലും നേർരേഖയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്വാണ്ടം ടണലിങ്, അതുപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, അങ്ങനെ പല കാര്യങ്ങൾക്കകത്തും നമുക്ക് നേർരേഖീയമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമായിട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. ഇനി പ്ലാങ്ക് സ്കെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സ് മുഴുവൻ എക്സിസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ട്രിങ്ങുകളുടെ സഹായത്തോടു കൂടിയാണെന്ന് സ്ട്രിങ് തിയറി പറയുന്നു. ഒരു സ്ട്രിങ് പോലും നേർരേഖയിലുണ്ട് എന്ന് ഹൈപ്പത്തറ്റിക്കലിയാണ് സ്ട്രിങ് തിയറി പറയുന്നതെങ്കിലും സ്ട്രിങ്ങുകൾ നേർരേഖയാണെന്ന് പറയുന്നില്ല. പലതരത്തിൽ വളഞ്ഞു പുളഞ്ഞ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരുപക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തുടക്കം മുതൽ ഏറ്റവും വലിയ ഗ്രാൻഡ് സ്ട്രക്ചറുകൾ വരെയുള്ള ഈ ഒരു സ്പെക്ട്രത്തിനിടയിൽ നമുക്കെങ്ങും ചിലപ്പോൾ കൃത്യമായ നേർരേഖ കാണാൻ കഴിയണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്ലാഡാണ്. എൻ്റെ ഫോണിൽ ഈ ഒരു പിങ്ക് ലൈൻ വന്നിട്ട് 6 മാസമായിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് സിനിമകൾ കാണുമ്പോൾ HD വീഡിയോസും 4K വീഡിയോസും ഒക്കെ കാണുമ്പോഴും ഈ പിങ്ക് ലൈൻ ഉള്ളത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈന് എൻ്റെ ഫോണിൽ തന്നുകൊണ്ട് കമ്പനി എന്നെ സഹായിക്കുന്നതായിരിക്കാം. എങ്കിലും ഇതും സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല. നന്നായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ധാരണ തന്നെ മാറുന്നതായിട്ട് കാണാം. നീളം മാത്രമുള്ള രൂപങ്ങളെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതിനെ 1 ഡയമെൻഷൻ എന്ന് പറയാം. അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? വീതിയില്ലാതെ നീളം മാത്രമായിട്ടൊരു സാധനത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 1 ഡയമെൻഷനിൽ നിന്ന് 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 11 ഡയമെൻഷൻ വരെയുള്ള യൂണിവേഴ്സ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെയാണ്. 0 നമ്പർ സിസ്റ്റത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ 1 ഡയമെൻഷന്, ഒരു പോയിൻറ്റിന്, ഒരു നേർരേഖയ്ക്ക് എല്ലാം ഭൗതികശാസ്ത്രത്തിലും പൊതുവെ സയൻസിലും നമ്മുടെ ജീവിതത്തിലുമുള്ള പ്രാധാന്യം വിസ്മരിക്കാൻ കഴിയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.